നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺട്രോൾ സ്ട്രക്ചറുകളെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റുകൾ, അതിൽ വരുന്നതാണ് ഈഫ്, എൽസ്, ഇഫ്, ലാഡർ ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഈഫ്, എൽസ്, ഇഫ് ഈ മൂന്നെണ്ണമാണ്. ഇന്നിനി പഠിക്കാനുള്ളത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, SWITCH. സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. എല്ലാം നമ്മൾ സ്മോൾ ലെറ്ററിലെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സ്വിച്ചിന്റെ സിൻടാക്സ് എഴുതാം. ജനറൽ ഫോർമാറ്റ്. സ്വിച്ച് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. ഒരു പരാൻതീസിസ് ഓപ്പൺ ചെയ്യണം, ബ്രാക്കറ്റ്. അതിനുള്ളിൽ കണ്ടീഷൻ, നമ്മൾ ഈഫിലൊക്കെ എഴുതുന്ന പോലെ ഒരു കണ്ടീഷൻ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു ഇന്റീജർ കോൺസ്റ്റന്റോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റോ ആയിരിക്കുള്ളൂ. അല്ലാതെ A<B, A>B അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഒരു സിംഗിൾ വാല്യൂ, അത് ഇന്റീജർ കോൺസ്റ്റന്റോ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റന്റോ ആയിരിക്കാം. ഇനി ഇത് കഴിഞ്ഞ് ബ്രേസസ് ഓപ്പൺ ചെയ്യണം. ബ്രേസസിന്റെ ഉള്ളിൽ നമ്മൾ ഓരോ കേസുകൾ ക്രിയേറ്റ് ചെയ്യണം. കേസ് എന്ന് പറയുന്നത് കീവേഡ് ആണ്. കീവേഡൊക്കെ ആദ്യം പഠിച്ചാണ്. കേസ് സ്പേസ് വാല്യൂ 1. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്റീജർ കോൺസ്റ്റന്റോ ക്യാരക്ടർ കോൺസ്റ്റന്റോ നമ്മൾ കൊടുക്കുന്നതാണത്. ആ വാല്യൂസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പൊ ആ കേസ് വാല്യൂ കണ്ടീഷനും ഈ കേസ് വാല്യൂ ഈക്വൽ ആണെങ്കിൽ അതിന് തൊട്ട് താഴെ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണോ നമ്മുടെ ആവശ്യം, സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ട വർക്ക് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്രോസസ്സ്, അത് അവിടെ എഴുതണം. അത് വർക്ക് ചെയ്യും. കണ്ടീഷനും നമ്മൾ കൊടുത്ത കേസ് വാല്യൂ, കണ്ടീഷനിൽ വന്ന വാല്യൂവും കേസ് വാല്യൂ ഈക്വൽ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. ഇനി അതല്ല എങ്കിൽ നെക്സ്റ്റ് വാല്യൂയിൽ പോകും. കേസ് വാല്യൂ 2 കോളൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, സെമി കോളൻ അല്ല, കോളൻ ആണ് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തേത് ട്രൂ അല്ല എങ്കിൽ പിന്നെ വർക്ക് ചെയ്യുന്ന രണ്ടാമത്തേതിലോട്ട് പോകും. അപ്പൊ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. സെമിക്കോളൻ. ഇങ്ങനെ നമുക്ക് താഴോട്ട് എത്ര സ്റ്റേറ്റ്മെന്റുകൾ വേണമെങ്കിലും എഴുതി വെക്കാം. ഇത് ഒരു ജനറൽ ഫോർമാറ്റ് ആണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനി നമ്മളിന്റെ പ്രോഗ്രാം ഒക്കെ വരുന്നേ ഉള്ളൂ. നമ്മൾ എഴുതിയെടുക്കണം. ഇത് നോട്ടില് സ്വിച്ചിന്റെ സിൻടാക്സ് ബുക്കിൽ എഴുതി വെക്കണം, പഠിക്കുകയും വേണം. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കേസ് വാല്യൂ 1, കേസ് വാല്യൂ 2, കേസ് വാല്യൂ 3 അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ കേസ് n വരെ വേണമെങ്കിൽ കൊടുക്കാം. കേസ് വാല്യൂ n. നമുക്ക് എണ്ണം അറിയാത്തതുകൊണ്ട് ഞാൻ കേസ് വാല്യൂ n എഴുതുന്നത് മാത്രം. അപ്പൊ ഈ കൊടുക്കുന്ന കേസ് വാല്യൂവും രണ്ടും ഈക്വൽ ആയിരിക്കണം. എന്തിന്റെ സ്വിച്ചിൽ കൊടുത്ത വാല്യൂവും കണ്ടീഷനിൽ വരുന്ന വാല്യൂ. കണ്ടീഷൻ പറയുമ്പോൾ ഒരു സിംഗിൾ വാല്യൂ ആണ്. ഇന്റീജർ കോൺസ്റ്റന്റോ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റന്റോ ആയിരിക്കാം. അങ്ങനെ കേസ് n വരെ ഞാൻ എഴുതി. കേസ് n കിട്ടുന്നതും ശരിയാണെങ്കിൽ അതൊന്നും മുകളിൽ നിന്ന് താഴോട്ടാണ് ഇറങ്ങുന്നത്. ഒന്നാമത് ചെക്ക് ചെയ്തു, ശരിയായില്ല, 2 നോക്കി, 3 നോക്കി, അങ്ങനെ വന്നിട്ട് n നോക്കും. അത് വർക്ക് ചെയ്താൽ ആ സ്റ്റേറ്റ്മെന്റ് അത് വർക്ക് ചെയ്യും. ഇനി വേറൊരു വിഷയം, ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, ആ കൊടുത്ത സംഖ്യ അല്ലെങ്കിൽ കൊടുത്ത ലെറ്റർ ഈക്വൽ അല്ല എങ്കിൽ, അപ്പോൾ ഒരു വർക്കിംഗ് കിട്ടണമല്ലോ. അപ്പൊ നമ്മൾ അതൊന്നും അല്ലെങ്കിൽ പിന്നെ ഡീഫാൾട്ട് ആണ്. കൊടുത്ത ഒന്നും അല്ല എങ്കിൽ ഡീഫാൾട്ട് എന്നുള്ള സെക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. ഇപ്പൊ ഡീഫാൾട്ട് കൊടുക്കേണ്ടത് കോളൻ ആണ്, സെമി കോളൻ അല്ല. കേസ് വാല്യൂവിനും ഡീഫാൾട്ടിനും കോളൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ളിടത്തെല്ലാം എന്ത് കൊടുത്തിരിക്കണം? സെമി കോളൻ സ്റ്റേറ്റ്മെന്റ്, സെമി കോളൻ കൊടുക്കണം. അതേപോലെ സ്വിച്ചിന്റെ കണ്ടീഷൻ കഴിഞ്ഞിട്ട് സെമി കോളൻ കൊടുക്കരുത്. ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. സ്വിച്ച് കഴിഞ്ഞാൽ ബ്രേസസ് ഓപ്പൺ ചെയ്യണം. അതേപോലെ അതിന്റെ എല്ലാ വർക്കിങ്ങും, ആ സ്വിച്ചിന്റെ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റിനുള്ളിൽ ഉള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്യുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിന്റെ ഈ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. സ്വിച്ച് കണ്ടീഷൻ, ബ്രേസസ് ഓപ്പൺ, കേസ് വാല്യൂകൾ.
മാറ്റി കൊടുക്കുക. കേസ് വാല്യൂ എന്ന് പറയുന്നത് ഇന്റീജർ കോൺസ്റ്റന്റോ ക്യാരക്ടർ കോൺസ്റ്റന്റോ ആയിരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ലാസ്റ്റ് വരുന്ന ഡീഫാൾട്ട് സെക്ഷൻ വർക്ക് ചെയ്യും. ഇതാണ് നമ്മൾ ഇതിന്റെ സിന്റാക്സ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഇപ്പം നോട്ടൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് വൃത്തിയായിട്ട് വെക്കണം. ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കാണ്, ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്, മനസ്സിലാക്കി വെച്ചുകൊള്ളുക. ഇതാ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റുകൾ. ഇനി നമുക്കതിൻ്റെ ഒരു എക്സാമ്പിള് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഈഫിൽസ് വെച്ചിട്ടൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. ചെയ്യുന്ന പ്രോഗ്രാം ഇതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ലെറ്റർ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ന് കൊടുത്താൽ ആപ്പിൾ എന്ന് കിട്ടണം, ബി എന്ന് കൊടുത്താൽ ബോൾ എന്ന് കിട്ടണം, സി എന്ന് കൊടുത്താൽ കാർ എന്ന് കിട്ടണം. വേറെ അറിയാതെ ലെറ്റർ അടിച്ചാൽ വൈ എന്ന് അടിച്ചാൽ ഈ 3 കാര്യങ്ങൾ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. വൈ എന്ന് അടിച്ചാൽ ഡീഫാൾട്ട് ആയിട്ട് റോങ് ഡാറ്റ എന്നുള്ള മെസ്സേജ് വേണം. അപ്പൊ അതിന്റെ സിമ്പിൾ ആയിട്ട് പ്രോഗ്രാം മൊത്തം വരുന്നില്ല, അതിന്റെ സ്ട്രക്ചർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എഴുതി ക്യാരക്ടർ എന്നെ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ ലെറ്റർ കൊടുക്കാനുള്ള സ്പേസ് ആണ് എന്നെ. സി എന്ന് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നെ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കീബോർഡിൽ പ്രസ് ചെയ്യുന്ന ലെറ്റർ എന്നെ എന്ന് പറഞ്ഞ മെമ്മറി സ്റ്റോർ ചെയ്യണമെങ്കിൽ സി എന്നുള്ള എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയാണ് വരുന്നത് ഈഫ് എൻ ഈക്വൽ ടു എ. എൻ ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഡബിൾ ഈക്വൽ ടു കൊടുക്കണം. കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്, ഒന്ന് മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാണ്. അപ്പൊ ഞാൻ കൊടുത്ത സീൻ എന്നെ എന്ന് കൊടുത്തപ്പോൾ ഞാൻ പ്രോഗ്രാം റൺ ചെയ്തപ്പം കൊടുത്തത് എ ആണെന്ന് കൂട്ടിക്കൊള്ളുക. ഇൻപുട്ട് എ ആണ് കൊടുത്തതെങ്കിൽ അപ്പൊ എന്നയുടെ വാല്യൂ എന്തായിരിക്കും? എ. അപ്പോ ലെഫ്റ്റ് സൈഡ് എ ആണ്, റൈറ്റ് സൈഡും എ ആണ്. അത് നമ്മൾ ഈക്വൽ ആണെങ്കിൽ ഈഫിന്റെ ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് പ്രിന്റ് ചെയ്യും? ആപ്പിൾ എന്ന് പ്രിന്റ് ചെയ്യും. സി ഔട്ടിന്റെ പ്രത്യേകത എന്താണ്? മെമ്മറിയിൽ നിന്നും ഔട്ട്പുട്ട് സ്ക്രീനിലോട്ട് പ്രിന്റ് ചെയ്യും. സി ഔട്ട് എന്ന് പറയുന്നത് ഇൻസേർഷൻ ഓപ്പറേറ്റർ ആണ്, മെമ്മറിയിൽ നിന്നും സ്ക്രീനിലോട്ട്. അപ്പൊ അവിടെ കൊടുത്തത് എ ആയതുകൊണ്ട് ഇൻപുട്ട് റൺ ചെയ്തപ്പോൾ കൊടുത്ത വാല്യൂ എ ആയതുകൊണ്ട് കമ്പയർ ചെയ്തപ്പോൾ അത് കണ്ടീഷൻ ട്രൂ ആയി മാറി. അപ്പൊ എന്ത് ഔട്ട്പുട്ട് കിട്ടി? ആപ്പിൾ ആണെങ്കിൽ കിട്ടും. എപ്പോഴും എ ആകണമെന്നില്ല, ചിലപ്പോൾ ഞാൻ അടുത്ത് നോക്കിക്കൊള്ളാം. വീണ്ടും അന്നേരം ഞാൻ ഉപയോഗിച്ചു ഈഫാണ് ഉപയോഗിക്കുന്നത്. ഈഫിന്റെ എൽസ് ഈഫ് ലാഡർ ആണ്. എൽസ് ഈഫ് എന്നെ ഈക്വൽ ടു എക്ക് വരെ ഞാൻ ബി എഴുതി. അപ്പൊ കണ്ടോ, എന്നെ എ ഈക്വൽ ടു ബി എന്ന് എഴുതുന്നു. ബി ഒരു സിംഗിൾ ലെറ്ററും ക്യാരക്ടർ കോൺസ്റ്റന്റും ആയതുകൊണ്ടാണ് സിംഗിൾ കൊട്ടേഷൻ എഴുതാനുള്ള കാരണം. ക്യാരക്ടർ എന്നെ എന്ന് പറഞ്ഞാൽ ഒറ്റ അക്ഷരമേ പോകുള്ളൂ, ഒരു ബൈറ്റ് മെമ്മറി സ്പേസ് ഉള്ളൂ, ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല, ഒരു ലെറ്റർ മാത്രം. അപ്പൊ ഞാൻ എ കൊടുത്തപ്പോൾ മോളി വർക്ക് ചെയ്തു. ഞാൻ ബി ആണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ഫാൾസ് ആയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എൽസീഫിൽ വരും എന്നയുടെ വാല്യൂ ഞാൻ കൊടുത്തത് ബി ആയതുകൊണ്ട് ബി ഈക്വൽ ടു ബി. രണ്ടും ഈക്വൽ ആണ്, ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആയതുകൊണ്ട് നമ്മുടെ ചെക്ക് പോസ്റ്റ് തുറന്നു കൊടുക്കും. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? സി ഔട്ട് ബോൾ. ബി എൻ്റർ ചെയ്താൽ എന്ത് പ്രിന്റ് ചെയ്യും? ബോൾ എന്ന് പ്രിന്റ് ചെയ്യും. ഇപ്പൊ 2 കാര്യങ്ങളായി, എക്കും കിട്ടുന്നുണ്ട് ബിക്കും കിട്ടുന്നുണ്ട്. എ കൊടുത്താലും അത് തന്നെയാണ്. എ ചെക്ക് ചെയ്തു, എ ചെക്ക് ചെയ്താൽ പിന്നെ അടുത്ത എൽസീഫിൽ പോകേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് കിട്ടിക്കഴിഞ്ഞ എക്സിറ്റ് ആയി പോകും. വീണ്ടും എൽസീഫ് നമ്മൾ പറയുന്നത് കേസ് വാല്യൂവിന്റെ പറയുന്നത് വരുന്ന ഒരു സെക്ഷൻ. ഇതിപ്പോ ഈഫിന്റെ മെത്തേഡാണ് നിങ്ങൾ പഠിക്കുന്നത്. എൽസീഫ് എൻ എ ഈക്വൽ ടു സിംഗിൾ കൊട്ടേഷനിൽ എന്ത് എഴുതണം? സി എന്ന് എഴുതണം. പരാന്തീസ് ക്ലോസ് ചെയ്യണം. ഈഫിനും എൽസീഫിനും ഒന്നും എന്ത് കൊടുക്കാൻ പാടില്ല? സെമി കോളൻ കൊടുക്കരുത്. ബ്രേസസ് ഓപ്പൺ ചെയ്യുക. എന്ത് പ്രിന്റ് ചെയ്യണം? സി ഔട്ട്. സി ഔട്ട് ഉപയോഗിക്കുന്നത് പ്രിന്റിങ്ങിന് വേണ്ടി. എവിടുന്ന്? മെമ്മറിയിൽ നിന്നും സ്ക്രീനിലോട്ട് പ്രിന്റ് ചെയ്യാനാണ് സി ഔട്ട് ഉപയോഗിക്കുന്നത്. സി ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കാർ എന്നുള്ള മെസ്സേജ് സ്ക്രീനിൽ തെളിയണം. ഡബിൾ കൊട്ടേഷൻ സെമി കോളൻ. ഇനി ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഓരോന്നും ഓപ്പണിങ്ങും ക്ലോസിങ് കൊടുത്തിരിക്കുക നിർബന്ധമാണ്. അപ്പൊ ഇത് നമുക്ക് എയും ബിയും സിയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇനി ചിലപ്പോൾ നമ്മൾ കെ നടിച്ചു, കെ നടിക്കുമ്പോൾ ഒന്നും കാണിക്കാനില്ലല്ലോ. അപ്പൊ എന്ത് കാണിക്കാം? റോങ് ഡാറ്റ എന്നുള്ളത്. അപ്പം ഈഫ് എൽസീഫ് അത് എത്ര വേണമെങ്കിലും എഴുതാം. അപ്പൊ ഇതൊന്നും അല്ല എങ്കിൽ നമ്മൾ എഴുതുന്നതാണ് എൽസ്.
എൽസ് സി ഔട്ട് റോങ് ഡാറ്റ. സി ഔട്ട് റോങ് ഡാറ്റ. നമ്മൾ കൊടുത്തത് എന്നോ ഡബ്ല്യുയോ ഏതെങ്കിലും ലെറ്റർ ആണെങ്കിൽ എന്ത് കാണിക്കണം? തെറ്റാണ്. നമുക്ക് ഏത് മാത്രമേ കറക്റ്റ് ഉള്ളൂ? എ കൊടുത്താൽ ചെക്ക് ചെയ്തിട്ട് ആപ്പിൾ എന്ന് കിട്ടും. ഇനി നമ്മൾ ബി ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് കിട്ടും? ബോൾ എന്ന് കിട്ടും. സി ആണ് കൊടുക്കുന്നതെങ്കിൽ കാർ എന്ന് കിട്ടും. ഈ 3 ലെറ്റർ അല്ലാതെ ഏതടിച്ചാലും ഏത് സെക്ഷനിലേ വരുള്ളൂ? എൽസിന്റെ സെക്ഷനിൽ വന്നിട്ട് അവിടെ എഴുതിയ സ്റ്റേറ്റ്മെന്റ്, അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? സി ഔട്ട് റോങ് ഡാറ്റ. നമ്മൾ കൊടുത്തത് തെറ്റാണ്. ഇവന് കറക്റ്റായി കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് ഒരു പ്രോഗ്രാം. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനെ തന്നിട്ട് ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? ഈഫ് എൽസിൽ പ്രോഗ്രാം എഴുതി വെച്ചു, ഇതിനെ സ്വിച്ചിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും. അന്നേരമാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. 3 മാർക്കിനൊക്കെ ചോദിക്കും. പേപ്പറിൽ ക്വസ്റ്റ്യൻ ഇതിന്റെ കൂടെ ഇതേപോലെ ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് മാറ്റണം. അപ്പൊ ഇനി എങ്ങനെയാണ് ഈഫ് എൽസിൽ തന്ന എൽസീഫിൽ എഴുതിയ പ്രോഗ്രാമിനെ നമ്മൾ സ്വിച്ചിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. അവിടെ എഴുതിയ അതേപോലെ തന്നെയാണ്. ക്യാരക്ടർ എന്നെ ഒരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്തു. എന്ത് ടൈപ്പ്? ഇൻപുട്ട് ക്യാരക്ടർ ആവുന്ന ടൈപ്പ്. ഇനി ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, സീൻ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്നെ എന്ന് പറഞ്ഞാൽ കീബോർഡിൽ നിന്ന് ഒരു ഇൻപുട്ട് നമുക്ക് കൊടുക്കാം എന്നാണ് അതിന്റെ അർത്ഥം. ഇത് NA. ഇനി എന്ത് എഴുതണം? നേരത്തെ ഈഫ് ആണ് എഴുതി, ഇൻപുട്ട് കഴിഞ്ഞാലാണ് ഈഫ് എഴുതി. ഇപ്പൊ ഉപയോഗിക്കുന്ന സ്വിച്ച് ആയതുകൊണ്ട് സ്വിച്ച് എഴുതുക. സ്വിച്ച് SWITCH, സ്വിച്ച് പരാന്തിസ് ഓപ്പൺ, ബ്രാക്കറ്റ് ഓപ്പൺ. കണ്ടീഷൻ എന്ന് പറയുന്നത് NA ആണ്. ഇൻപുട്ട് വരുന്ന ഒരു സിംഗിൾ വാല്യൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, സ്വിച്ചിനുള്ളിൽ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു ഇന്റീജർ കോൺസ്റ്റന്റോ ക്യാരക്ടർ കോൺസ്റ്റന്റോ ആയിരിക്കാം. അത് NA ആണ്. ഇൻപുട്ട് കൊടുത്ത വേരിയബിളിന്റെ പേര് NA. അതിന് സെമിക്കോളൻ കൊടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കേസ് വാല്യൂ എഴുതാണ്. കേസ് A, കേസ് വാല്യൂ 1 ഞാൻ പറഞ്ഞ അവിടെ എഴുതുന്നത് ഈ ഒരു ഇന്റീജർ കോൺസ്റ്റന്റോ ക്യാരക്ടർ കോൺസ്റ്റന്റോ ആയിരിക്കണം. ഞാൻ ഇവിടെ എന്തായിരിക്കുന്നത്? കേസ് A എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. ക്യാരക്ടർ കോൺസ്റ്റന്റ് തിരിച്ചറിയുന്നത് സിംഗിൾ കൊട്ടേഷനിൽ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ അതിനെ ക്യാരക്ടർ കോൺസ്റ്റന്റ് പറയും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സീൻ NAയിൽ ഞാൻ ഏതാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ സ്വിച്ചിൽ വരുന്ന വാല്യൂ A ആയിരിക്കും. അപ്പൊ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരിക, നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട്. അപ്പൊ ഫസ്റ്റ് കേസ് നോക്കി, കേസ് കൊടുത്ത ഇൻപുട്ടും എയും ഈക്വൽ ആണെന്ന് നോക്കും. ആണെങ്കിൽ എന്താണ്? ആപ്പിൾ എന്ന് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോകണ്ട. നമ്മൾ വീണ്ടും അടുത്ത കേസ് എഴുതാൻ പോവാണ്. നമുക്ക് 3 കേസ് എഴുതണം. അടുത്ത കേസ് എന്താ എഴുതേണ്ടത്? കേസ് B. ഇവിടെ നമ്മൾ നേരത്തെ അതേ പ്രോഗ്രാം കൺവേർട്ട് ചെയ്യാണല്ലോ. എന്ത്? കാറെന്നും ബോളെന്നും അതേപോലെ ആപ്പിൾ എന്നും പ്രിന്റ് ചെയ്യണം. കേസ് എഴുതി, ക്യാരക്ടർ കോൺസ്റ്റന്റ് ഇപ്പോഴത്തെ ഏതാണ്? സിംഗിൾ കൊട്ടേഷൻ B. അതാണെങ്കിൽ നമ്മൾ എഴുതി വെക്കും എന്താണ്? സി ഔട്ട് ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് കിട്ടാനാണ്. വീണ്ടും വീണ്ടും പറയുകയാണിത്. ഔട്ട്പുട്ട് ഡബിൾ കൊട്ടേഷൻ നമ്മൾ എന്ത് എഴുതിയാലും അത് അതേപോലെ പ്രിന്റ് ചെയ്യും. പ്രോഗ്രാമിൽ മിസ്റ്റേക്ക് ഒന്നും വരില്ല. നമ്മൾ BALL ബോൾ എന്ന് എഴുതുമ്പോൾ BOLL ആയിക്കഴിഞ്ഞാൽ BOLL എന്ന് മെസ്സേജ് വരുന്നുള്ളൂ, അല്ലാതെ പ്രോഗ്രാമിൽ എററൊന്നും സംഭവിക്കില്ല. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നേരെ പ്രോഗ്രാം എക്സിറ്റ് ആയാൽ മതി. പ്രോഗ്രാം എന്നല്ല, ആ സ്വിച്ചിൽ നിന്ന് എക്സിറ്റ് ആകാൻ വേണ്ടി എന്ത് കൊടുക്കുന്നു? ബ്രേക്ക്. B ആണ് ബോൾ ആണെങ്കിൽ പിന്നെ താഴെ പോയി C കാറാണ് നോക്കേണ്ട ആവശ്യം ഉണ്ടാവും. നമുക്കൊരു ഇൻപുട്ടേ വന്നിട്ടുള്ളൂ, അത് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ മുകളിൽ A കൊടുത്തു, A കിട്ടിക്കഴിഞ്ഞ് ആപ്പിൾ പ്രിന്റ് ചെയ്താൽ പിന്നെ അടുത്ത കേസ് B നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, ബ്രേക്ക്. ഇനി അടുത്ത കേസ് ഏതാണ്? ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത് കേസ് C. കേസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. നമ്മുടെ വാല്യൂ, കേസ് വാല്യൂ എഴുതിയതാണ്. കേസിന്റെ വാല്യൂ C ആണ്. അപ്പൊ നോക്കും, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, സീനിൽ കൊടുത്ത ഇൻപുട്ടും ഈ കേസിൽ സീനിൽ കൊടുക്കുന്ന ഇൻപുട്ട് എവിടെ വരും? സ്വിച്ചിന്റെ കണ്ടീഷനിൽ വരും. ആ കണ്ടീഷനിലെ വാല്യൂവും കേസ് വാല്യൂവും ഈക്വൽ ആണെങ്കിൽ അത് വർക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ C ആണ് കൊടുക്കുന്നതെങ്കിൽ സ്വിച്ചിൽ വന്നിരിക്കുന്ന ഇൻപുട്ട് C ആണ്, കേസ് വാല്യൂവും C ആണ്. തമ്മിൽ ഈക്വൽ ആയതുകൊണ്ട് എന്ത് പ്രിന്റ് ചെയ്തു? കാർ എന്ന് പ്രിന്റ് ചെയ്തു. ഇനി ബ്രേക്ക് ചെയ്തു. ഇനി നേരെ തിരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ എഴുതിയാൽ ഓർമ്മ ഉണ്ടാവും, ഈഫ് ചെക്ക് ചെയ്തു, എൽസിഫ് ചെക്ക് ചെയ്തു, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത കാര്യമാണെങ്കിൽ എന്ത് കാണിക്കണം? എറർ. ഇപ്പൊ ഇവിടെയും അത് തന്നെയാണ്. സ്വിച്ചിൽ വരുന്ന വാല്യൂ ഒന്നിൽ A ആയിരിക്കണം, അല്ലെങ്കിൽ B ആയിരിക്കണം, അല്ലെങ്കിൽ C ആയിരിക്കണം.
അറിയാതെ നമ്മൾ ഒരു കീബോർഡിൽ ടി എന്ന് പ്രിന്റ് ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കാണിക്കണം? ഒരു മെസ്സേജ് കാണിക്കണം, എറർ എന്നുള്ള. അപ്പൊ അത് ഡീഫാൾട്ട് എന്നുള്ള സെക്ഷനാണ് ഇത്. ഒന്നും അല്ലെങ്കിൽ പിന്നെ അതാണ് വരിക. ഡീഫാൾട്ട് DEFAULT ഡീഫാൾട്ട് എന്നും കീവേഡ് ആണ്. കീവേഡ് എന്ന് പറഞ്ഞാൽ റിസർവ് വേർഡ് ആണ്. ഡീഫാൾട്ട് കഴിഞ്ഞാൽ എന്തുപയോഗിക്കണം? സെമികോളൻ അല്ല, കോളൻ. സി ഔട്ട് ഡബിൾ കൊട്ടേഷനുള്ള എന്ത് കാണിക്കണം? റോങ് ഡേറ്റ എന്നാണെങ്കിൽ റോങ് ഡേറ്റ എന്ന് എഴുതിക്കൊള്ളുന്നത്. എന്താണ് അല്ലെങ്കിൽ എറർ ഇൻ ഡേറ്റ എന്നോ എന്ത് മെസ്സേജ് കൊടുക്കണം? നമ്മൾ സി ഔട്ടിൽ എഴുതുന്ന മെസ്സേജ് ആയിരിക്കും സ്ക്രീനിൽ പ്രിന്റ് ചെയ്യുക. സി ഔട്ട് റോങ് ഡേറ്റ എന്ന് ഞാൻ എഴുതുകയാണ്. റോങ് ഡേറ്റ. ഇനിയും ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യണം, സെമികോളൻ കൊടുക്കണം. ഇതൊരു ഫുൾ പ്രോഗ്രാം ഇല്ല, അതിന്റെ ഒരു സ്ട്രക്ചർ മാത്രം പരീക്ഷയെ ബേസ് ചെയ്തിട്ട് എഴുതിയാണ്. ഇഫ് എൽസ് വന്നാൽ സ്വിച്ചിലോട്ട് കൺവേർട്ട് ചെയ്യുക. നേരെ തിരിച്ചും ചോദിക്കാം, സ്വിച്ചിൽ വന്നിട്ട് അതിനെ എങ്ങോട്ട് മാറ്റാൻ പറയും? ഈഫിലോട്ട് മാറ്റാൻ പറയും. അപ്പൊ അതുകൊണ്ട് ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കണം, നോട്ടിൽ എഴുതി വെക്കണം. പ്രോഗ്രാം എഴുതി വെച്ചിട്ട് നിങ്ങളത് മനസ്സിലാക്കി ബുക്കിലൊക്കെ അന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കണം. നോട്ട് എഴുതിയെടുക്കണം നിങ്ങളാരും. ഇപ്പം ഇനി നമ്മളിപ്പോൾ ചെയ്ത പ്രോഗ്രാം ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാണ്. നമ്മുടെ പ്രോഗ്രാം എല്ലാവർക്കും അറിയാം. എന്താണ്? ടു ഡിസ്പ്ലേ എ വേർഡ് ഫോർ എ ഗിവൺ ക്യാരക്ടർ. ക്വസ്റ്റ്യൻ എന്താണ്? കേൾക്കണം. ടു ഡിസ്പ്ലേ എ വേർഡ് ഫോർ എ ഗിവൺ ക്യാരക്ടർ. ഒരു ലെറ്റർ കൊടുത്താൽ അതിന്റെ ഒരു വേർഡ് പ്രിന്റ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട അത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ചെയ്ത പ്രോഗ്രാം അവിടെ ചെറിയ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഇനി അത് നമ്മൾ ജീനി എന്നുള്ള പ്രോഗ്രാമിലോട്ട് പ്രോഗ്രാം പ്ലാറ്റ്ഫോമിൽ അത് എഴുതുകയാണ്. ഹെഡർ ഫയലുകളെല്ലാം നമ്മൾ സ്ഥിരം എഴുതുക തന്നെയാണ്. ഇൻഡ് മെയിൻ ഓപ്പൺ ചെയ്തു. ക്യാരക്ടർ തന്നെ നമ്മുടെ ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് ക്യാരക്ടർ ആയതുകൊണ്ടാണ് CHAR എന്ന് എഴുതാനുള്ള കാരണം. ഇൻപുട്ട് സ്വീകരിക്കുന്ന മെമ്മറിയുടെ പേര് എന്നെ. പിന്നെ നമുക്ക് സ്ക്രീൻ റൺ ചെയ്താൽ ഒരു മെസ്സേജ് തെളിഞ്ഞു വരണം എന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സി ഔട്ട് എന്റർ ദ ലെറ്റർ. നമുക്കൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുള്ളൂ. അപ്പൊ എന്റർ ദ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ലെറ്റർ കൊടുക്കും. അപ്പൊ കൊടുക്കാനുള്ള കമാൻഡാണ് CNA. അപ്പൊ ഞാൻ CNA എന്ന് എന്റർ ദ ലെറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ കീബോർഡെ പ്രസ് ചെയ്യും, എ പ്രസ് ചെയ്യും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ചിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് NA. ആ ഒരു NAയുടെ കണ്ടന്റ് എന്തായി മാറും? A ആയി മാറും. അതാണ്ട് ആകുന്നതോടുകൂടി താഴത്തെ ആ ബ്രാക്കറ്റ് ബ്രേസസ് ഓപ്പൺ ചെയ്യും. നമ്മുടെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കേസും കയറി ഇറങ്ങും. കേസ് A എന്ന് എഴുതിയിട്ടുണ്ട്. ആ എയും സ്വിച്ചിൽ വന്ന ഇൻപുട്ടും തമ്മിൽ ചെക്ക് ചെയ്യും. അത് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ അതിന്റെ മെസ്സേജ് വർക്ക് ചെയ്യും. അപ്പൊ രണ്ടിടത്തും A ആണെങ്കിൽ എന്ത് കിട്ടും? ആപ്പിൾ എന്ന് കിട്ടും. പിന്നെ താഴോട്ട് പോകണ്ട, അതുകൊണ്ട് ബ്രേക്ക് കൊടുത്തു. വേറൊരു കുട്ടി ഈ പ്രോഗ്രാം റൺ ചെയ്തു. അവൻ കൊടുക്കുന്നത് B ആയിരിക്കാം. അപ്പൊ NAയുടെ വാല്യൂ എന്താവും? B ആകും. ആ ബിയും കേസിന്റെ എയും ഈക്വൽ ആണോ? അല്ല. അപ്പൊ നേരെ അടുത്ത കേസിൽ പോകും. ബിയും ഈക്വൽ ആണ്. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യും? ബോൾ എന്ന് പ്രിന്റ് ചെയ്യും. വേറൊരാൾ വന്നു, ഇൻപുട്ട് കൊടുത്തത് C ആയിരിക്കാം. നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ഒരിക്കലും എന്താണെന്ന് അറിയില്ല. ഒരാൾക്കാരുടെ മനസ്സിൽ ഓരോ വാല്യൂസ് ആണ്. അവൻ C ആണ് കൊടുത്തത്. അപ്പൊ NA എന്തായി മാറും? C ആവും മാറും. നമ്മുടെ സ്വിച്ചിലെ വാല്യൂ എന്താവും? C ആവും. ആ സ്വിച്ചിൽ വന്നിരുന്ന വാല്യൂയും കേസ് വാല്യൂയും ചെക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? രണ്ടും ഈക്വൽ ആയതുകൊണ്ട് കാറ്. ഇനി വേറൊരു കുട്ടി വന്ന് കൊടുക്കുകയാണ്. നോക്കിക്കോളൂ. അപ്പം കൊടുക്കുന്നത് നോക്കാം. എന്റർ ദ ലെറ്റർ. കണ്ട മെസ്സേജ് സ്ക്രീനിൽ ലെറ്റർ എന്ന് വരാൻ വേണ്ടിയാണ് സി ഔട്ടിൽ എഴുതിയത്. ചെയ്യുന്ന കൊടുത്തപ്പോൾ ആപ്പിൾ കിട്ടി. റെഡി അല്ലേ? എന്റർ ദ ലെറ്റർ സി ഔട്ട് എഴുതിയോണ്ട് കിട്ടിയതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ വരില്ല. C കൊടുത്തു, കാറും കിട്ടി. ഇനി വേറെ കൊടുത്തു നോക്കാം. Y കൊടുത്തു, റോങ് ഡാറ്റ. നമ്മൾ 3 കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഏതൊക്കെ? എയും ബിയും സിയും. എത്ര വേണമെങ്കിലും എഴുതി വെക്കാം. അപ്പൊ ഇപ്പോഴത്തെ ആവശ്യം അതാണ്. ഒന്നും കൂടെ ആ ലൈനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചു പോയിക്കോളാം. ക്യാരക്ടർ ഡിക്ലറേഷൻ ആണ്. ഔട്ട്പുട്ട് വരാൻ വേണ്ടി C ഔട്ടിൽ എഴുതി, ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി C എന്ന് എഴുതി. ഇനി നമ്മുടെ ചെക്കിംഗ് ആണ്. സ്വിച്ച് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റുകളാണ്. ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്, തീരുമാനങ്ങൾ എടുക്കുകയാണ്. അപ്പൊ സ്വിച്ചിൽ എഴുതിയ വാല്യൂവും കേസ് വാല്യൂവും ഈക്വൽ ആണെങ്കിൽ അവിടെ ആപ്പിൾ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ആ സ്വിച്ചിന്റെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കൊടുത്ത B ആണ്. ഇൻപുട്ട് വന്നത് B ആണെങ്കിൽ
കേസ് വാല്യൂ ചെക്ക് ചെയ്യും. രണ്ടും ഈക്വൽ ആണെങ്കിൽ ബോൾ പ്രിന്റ് ചെയ്യും കൊടുക്കുന്നു. പിന്നെ സി ഔട്ട് ചെക്ക് ചെയ്യും. അപ്പൊ ഒന്നും അല്ലെങ്കിലോ എയും ബിയും സി അല്ലാത്ത ഏത് ഇൻപുട്ട് വന്നാലും എന്ത് കിട്ടുള്ളൂ? സി ഔട്ട് റോങ് ഡേറ്റ. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കണം, പഠിക്കണം. വീണ്ടും ഒന്നും കൂടി ചെക്ക് ചെയ്യാണ്. ഞാൻ ബി എന്ന് കൊടുക്കുന്ന ബോൾ എല്ലാം ഓക്കെയാണ്. ഇത്രയും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ.